ലഹരിക്കും അതിക്രമങ്ങൾക്കുമെതിരെ 24 നടത്തിയ യാത്രയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര ഉന്നതതല യോഗം നാളെ ചേരും. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, 24നെ സംബന്ധിച്ച അഭിമാന നിമിഷമാണിത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമ്പോൾ ആരൊക്കെ പങ്കെടുക്കും? ഒപ്പം തന്നെ എപ്പോഴാണ് ഈ യോഗം ചേരുക? പ്രവിത, തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്കടക്കം അറിയാവുന്നതുപോലെ 24ന്റെ ചീഫ് എഡിറ്റർ കൂടിയായ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതത്തിൻ്റെ 40ാം വാർഷികം അദ്ദേഹം ആഘോഷിച്ചത് ആഘോഷങ്ങളോടുകൂടെ ആയിരുന്നില്ല. കേരളത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തിനെതിരെ നടത്തിയ ജനകീയ പോരാട്ടത്തിലൂടെയായിരുന്നു. അത് ലഹരിക്കെതിരെയുള്ള മഹാ ക്യാമ്പയിനായിരുന്നു. അത്തരത്തിലൊരു ജനകീയ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്ര സംഘടിപ്പിച്ചു. ഈ യാത്രയിലുടനീളം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠന ഗവേഷണ റിപ്പോർട്ട് 24 തയ്യാറാക്കിയിരുന്നു. 24 റിസർച്ച് വിങ് അങ്ങനെ ഒരു പഠന ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ലഹരി കേന്ദ്രങ്ങൾ, സ്കൂൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന ഇടങ്ങൾ, അത്തരത്തിൽ ലഹരി വിപണന കേന്ദ്രങ്ങളെ സംബന്ധിച്ചും ആ രീതികളെ സംബന്ധിച്ചും ഉള്ളൊരു വിശദമായ റിപ്പോർട്ടാണ്. 100 കണക്കിന് ആളുകളാണ് അവരുടെ ജീവിതത്തിൽ ലഹരി ഇടപെടുന്നതിനെ സംബന്ധിച്ച് 24 ആ ഘട്ടത്തിൽ വന്ന് 24 വലിയ വെളിപ്പെടുത്തൽ ഒക്കെ നടത്തിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട്, അത് പൂർണ്ണതോതിൽ ആ റിപ്പോർട്ട് പൂർത്തിയാക്കി മുഖ്യമന്ത്രിക്ക് അത് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിൻ്റെ ആമുഖം വായിച്ചിട്ട് തന്നെ അതിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വിളിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ഈ രാസലഹരിക്കെതിരെ അടക്കം വലിയ പോരാട്ടം സംസ്ഥാന സർക്കാർ നടത്തുന്നു, ക്യാമ്പയിൻ അടക്കം ശക്തിപ്പെടുത്തുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാലയങ്ങളിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നവർക്കെതിരെയൊക്കെ സർക്കാർ ഇത്തരത്തിൽ ക്യാമ്പയിനും മറ്റു നടപടികളും ശക്തമായി തന്നെ സ്വീകരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 24 കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു സർക്കാരിൻ്റെ ഈ നടപടികളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 24ൻ്റെ ഈ റിപ്പോർട്ട് പരിഗണിക്കുന്നതിന്, പരിശോധിക്കുന്നതിന്, അവ ചർച്ച ചെയ്യുന്നതിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11:30 മണിക്കാണ് ഈ യോഗം ചേരുക. മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന പോലീസ് മേധാവി, ഒപ്പം എക്സൈസ് കമ്മീഷണർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇതിൽ കൈക്കൊള്ളും, എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിൽ രാവിലെ 11:30 മണിക്കാണ് ഈ യോഗം. പ്രവിത.